നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞണ്ട് റോസ്റ്റ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞണ്ട് നല്ല രീതിയിൽ കഴുകിയെടുത്തു. ഇത് രണ്ടായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വലിയ കാലൊക്കെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കുന്നവരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം ഇത് നല്ല രീതിയിൽ നമുക്ക് കഴുകിയെടുക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളികളൊക്കെ വഴറ്റേണ്ടതുണ്ട്. അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് ഇതൊരു 3 സവാളയുണ്ട്. 3 ഇടത്തരം സവാള, അത് ചെറുതായിട്ട് അരിഞ്ഞതാണിത്. അതിട്ട് നമ്മൾ വഴറ്റുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഓരോരോ ഇഷ്ടം പോലെ. നല്ല രീതിയിലൊന്ന് വഴണ്ടോട്ടെ. ഒരു 10-15 മിനിറ്റ് നേരം വിനാഗിരിയിലും ഉപ്പിലും ഞണ്ട് കിടന്നിരുന്നു. ഇനി ഇത് നല്ല രീതിയിൽ ഒന്നുകൂടി കഴുകിയെടുക്കാം. ഞണ്ട് ഇത് നല്ല രീതിയിൽ കഴുകിയെടുത്ത് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് കഴുകണം. വിനാഗിരി ഉപ്പൊക്കെ ചേർന്ന് കഴിയുമ്പോൾ ഇതിലെ അഴുക്കെല്ലാം പോയി അതിൻ്റെ ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും. അപ്പം ഏത് മീനാണേലും ഇറച്ചിയാണേലും അതേപോലെ ചെമ്മീൻ, ഞണ്ട് എല്ലാം അല്പം വിനാഗിരി ഉപ്പും ഇട്ട് കഴുകിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇടുകയാണ്. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ നമുക്കിടാം. ഇത് കാശ്മീരി മുളകാണ്, അതൊരു സ്പൂൺ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി അതൊരു സ്പൂൺ ഇടുന്നുണ്ട്. അതുപോലെ മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട്. ചെറിയ സ്പൂണാണ്, ഇത് 1 കിലോ അല്ലേ ഉള്ളൂ. അതുപോലെ മഞ്ഞളൊക്കെ ഇച്ചിരി കൂടുതൽ കിടന്നോട്ടേക്കാം. ഇനി ഇതൊന്ന് പൊടി മൂപ്പിക്കാം നമുക്ക്. നമ്മളിട്ട പൊടിയെല്ലാം മൂത്തിട്ടുണ്ട്. ഇത് കുടംപുളിയാണ്. ഒരു 3 ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഇതിലേക്ക് വലിയ 2 തക്കാളി നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നല്ല രീതിയിൽ വഴണ്ടു വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ നല്ല രീതിയിൽ ഉപ്പും വിനാഗിരിയും ഇട്ട് 15 മിനിറ്റോളം ഇതിൽ മുങ്ങി കിടന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ദശയിലേക്കൊക്കെ ചിലപ്പോൾ ഉപ്പ് കയറിയിട്ടുണ്ടാവും. നമ്മൾ കഴുകിയാലും ചിലപ്പോൾ കുറച്ച് ഉപ്പ് ആ ദശയിലുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ഈ അരപ്പിലിട്ടാൽ മതി. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇത്രയും ഇട്ടു. ഇനി ഇതൊന്നുകൂടി നല്ല രീതിയിൽ ഒന്നുകൂടെ വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
ഇനി നമുക്ക് ഈ പീസുകളൊക്കെ മണ്ണിന്റെ പീസുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി വെച്ചിട്ട് ചെറിയ തീയിൽ ഇത് കിടന്നൊന്ന് വേകട്ടെ. ഞാനിതൊരു സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് മാറ്റുവാണേ. കൊടംപുളിയൊക്കെ ഇട്ടത് അലുമിനിയം പാത്രത്തിൽ വെക്കുന്നത് നല്ലതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. ഉള്ളിയൊക്കെ വഴറ്റാനുള്ള സൗകര്യത്തിന് ചീനിച്ചട്ടി എടുത്തതാണ്. ശരിക്കും ഇത് മീൻ വെക്കുന്ന ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി നല്ല രീതിയിൽ വഴണ്ടു വന്നു. ഇനി നമുക്കല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഈ മല്ലിയിലയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ സ്വാദ് ഈ ചട്ടിയിൽ തങ്ങി നിൽക്കാനായിട്ട് ഒരു മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുഴുങ്ങിയ കപ്പയുടെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. ചോറിന്റെ കൂടെ അത്ര നല്ല കോമ്പിനേഷൻ അല്ല, കപ്പയുടെ ഒക്കെ കൂടെയാണ്. ഇത് പെട്ടെന്നൊന്നും അങ്ങോട്ട് ഈ ഷെല്ലിൽ നിന്നൊക്കെ എടുത്ത് അതിന്റെ മാംസമൊക്കെ എടുത്ത് തിന്നണമല്ലോ. അപ്പൊ അല്പം ക്ഷമയോടുകൂടിയൊക്കെ ഇരുന്ന് കഴിക്കത്തക്ക രീതിയിൽ വേണം ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.